അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 1 കിതാബിലെ 3-ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസു സാലിസു ഹിജാബുൻ. ഹിജാബുൻ 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 എന്താണ്? മുഖമക്കന. ജീമ് ഹ ഖ. ജീമ് ഹ ഖ. ജീമ് ഹ ഖ. ഈ 3 അക്ഷരങ്ങളും ഒരുപോലെ തന്നെയാണ് കാണാൻ. പുള്ളിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് ചേർത്ത് എഴുതുമ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും എഴുതുന്നത്. പുള്ളിയിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നോക്കൂ, ജീമ് ആദ്യത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ, ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ, അവസാനത്തിൽ വരുമ്പോൾ ഇങ്ങനെ. അതുപോലെ തന്നെയാണ് ഹയും, ആദ്യത്തിൽ, ഇടയ്ക്ക്, അവസാനത്തിൽ. ഹ ആദ്യത്തിൽ, ഇടയ്ക്ക്, അവസാനത്തിൽ. അപ്പോൾ ഇത് ജീമ് വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കിയാലോ. ജാദ ജാദ, ജാദ ജാദ. തജീബു തജീബു, തജീബു തജീബു. തഹുജു തഹുജു, തഹുജു തഹുജു. ജാദ തജിബു തഹുജു, ജാദ തജിബു തഹുജു. ഇനി ഹ വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കിയേ. ഹാറുൻ ഹാറുൻ ഹാറുൻ. ബഹസുൻ 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 ബഹസുൻ. ബഹസുൻ 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 ബഹസുൻ. റിബ്ഹുൻ 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 റിബ്ഹുൻ. ഹാറുൻ ബഹസുൻ റിബ്ഹുൻ. ഹാറുൻ ബഹസുൻ റിബ്ഹുൻ. ഇനി ഖിൻ്റെ വാക്കുകൾ നോക്കാം. ഖുബ്സുൻ 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 ഖുബ്സുൻ. ബുഖൂറുൻ 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 ബുഖൂറുൻ. താരീഖുൻ 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 താരീഖുൻ. അപ്പോൾ വാക്കുകളെല്ലാം ഒന്നും കൂടി വായിച്ചാലോ. ജാദ തജിബു തഹുജു, ജാദ തജിബു തഹുജു. ഹാറുൻ ബഹസുൻ റിബ്ഹുൻ. ഹാറുൻ ബഹസുൻ റിബ്ഹുൻ. ഖുബ്സുൻ ബുഖൂറുൻ താരീഖുൻ. ഖുബ്സുൻ ബുഖൂറുൻ താരീഖുൻ. അപ്പോൾ വാക്കുകൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും ചേർത്ത് എഴുതേണ്ടതെന്നും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഈ പേജിൽ ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. 1-ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ജീമ് ഹ ഖ എന്നീ അക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്ന രൂപങ്ങൾ എഴുതാം. കോപ്പി റൈറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓരോ കോളത്തിലായിട്ട് മുകളിൽ തന്നിരിക്കുന്നത് അതുപോലെ കോപ്പി ചെയ്ത് എഴുതുക. ഇനി 2-ാമത്തേത് നോക്കൂ. പാത്രത്തിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദങ്ങൾ നിർമ്മിക്കാം. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നേരത്തെ പഠിച്ച വാക്കുകൾ കണ്ടെത്തുക. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നേരത്തെ പഠിച്ച പദങ്ങൾ നിർമ്മിക്കാം നമുക്ക്. ഈ ബൗളിൽ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ ക്രമപ്പെടുത്തി പദങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 പദങ്ങളാണ് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പദങ്ങൾ നിർമ്മിച്ചാലോ. നോക്കൂ, ആദ്യത്തെ പദം താരീഖുൻ, തജിബു, റിബ്ഹുൻ. അപ്പോൾ ഈ 3 പദങ്ങളാണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. നോക്കൂ,
അപ്പോൾ ഈ 3 പദങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. തരം തിരിച്ച് എഴുതാം. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകൾ ജീമിൻ്റെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. അതായത് താഴെ ഒരു പുള്ളി ഉള്ളത്. അടുത്തത് ഒരു പുള്ളി പോലും ഇല്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് എഴുതണം. അടുത്തത് ൻ്റെ വാക്കുകൾ ഈ കോളത്തിലും എഴുതണം. മുകളിൽ ഒരു പുള്ളിയുള്ളത്. നോക്കൂ, സജ്ജാജുൻ. ഈ വാക്കിൽ താഴെ ഒരു പുള്ളിയുള്ള നമ്മുടെ ജീം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് കോളത്തിൽ എഴുതണം? ജീമിൻ്റെ കോളത്തിൽ എഴുതണം. അടുത്തത് ബുഖാരി. ഈ വാക്കിൽ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതെടുത്ത് ൻ്റെ കോളത്തിൽ എഴുതണം. അടുത്തത് ജൂദുൻ. അത് ജീമിൻ്റെ കോളത്തിൽ എഴുതണം. അടുത്തത് ഖാന. അത് ഏത് കോളത്തിലാണ്? ൻ്റെ കോളത്തിൽ എഴുതണം. അടുത്തത് ബഹീസുൻ. ഒരു പുള്ളി പോലും ഇല്ലാത്ത വന്നിട്ടുണ്ട്. അത് ൻ്റെ കോളത്തിൽ എഴുതണം. അടുത്തത് ബുഹൂറുൻ. അതും എവിടെയാണ് വരുന്നത്? ൻ്റെ കോളത്തിൽ. അടുത്തത് ദുഖൂലുൻ. അത് ആണ്. ൻ്റെ കോളത്തിൽ എഴുതുക. അടുത്തത് ബിഹാറുൻ. അത് ൻ്റെ കോളത്തിൽ എഴുതുക. അടുത്തത് അജാബ. അത് ഏത് കോളത്തിൽ വരണം? ജീമിൻ്റെ കോളത്തിൽ വരണം. മനസ്സിലായോ എങ്ങനെ എഴുതണ്ടേന്ന്? കാണിച്ചു തരാം. നോക്ക്, ജീമിൻ്റെ കോളത്തിൽ ഇത്രയും വാക്കുകൾ: സജ്ജാജുൻ, ജൂദുൻ, അജാബ. ഇനി ൻ്റെ കോളത്തിൽ ബഹീസുൻ, ബുഹൂറുൻ, ബിഹാറുൻ. ഇനി അടുത്തത് ൻ്റെ കോളത്തിൽ ബുഖാരി, ഖാന, ദുഖൂലുൻ. അപ്പോൾ ഇങ്ങനെ നോട്ട്ബുക്കിലേക്ക് എഴുതുക, അല്ലെങ്കിൽ പുസ്തകത്തിൽ തന്നെ എഴുതുക. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? അടുത്ത ആക്ടിവിറ്റി കോപ്പി റൈറ്റിംഗ് ആണ്. നോക്കൂ, ബഹ്ബഹ, ബഹ്ബഹ. ഇത് ഇതുപോലെ പകർത്തി എഴുതുക. അടുത്തത് സജ്ജാജുൻ, സജ്ജാജുൻ, സജ്ജാജുൻ. ഇതും പകർത്തി എഴുതുക. അടുത്തത് ഹിജാബുൻ, ഹിജാബുൻ. അതും ഇങ്ങോട്ട് പകർത്തി എഴുതുക. അടുത്തത് ബഖീത്തുൻ, ബഖീത്തുൻ. അതും പകർത്തി എഴുതുക. അപ്പോൾ കോപ്പി റൈറ്റിങ്ങും കൂടി എഴുതി കഴിയുമ്പോൾ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് അവസാനിക്കുകയാണ്. നമുക്ക് പാഠഭാഗം ഒന്നുകൂടി വായിച്ചു നോക്കാം. അദ്ദർസു സാലിസു ഹിജാബുൻ. ജീം ഹ ഖ. ജീം ജാദ തജിബു തഹുജ്ജു. ജാദ തജിബു തഹുജ്ജു. അടുത്തത് ഹാറുൻ, ബഹസുൻ, റിബഹുൻ. ഹാറുൻ, ബഹസുൻ, റിബഹുൻ. അടുത്തത് ഖുബ്സുൻ, ബുഖൂറുൻ, താരീഖുൻ. ഖുബ്സുൻ, ബുഖൂറുൻ, താരീഖുൻ. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.